+2 കഴിഞ്ഞ് IIMസിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന 2 എക്സാംസിനെ കുറിച്ച്, IPMAT ഇൻഡോറും IPMAT റോത്തക്കും നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. ഈ ഒരു സീരീസിലത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിപ്മാറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു എക്സാം വെച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് IIM ബോധ് ഗയ, അതുപോലെ തന്നെ IIM ജമ്മു എന്നീ കോളേജുകളിലെ 5 വർഷത്തെ BBA + MBA പ്രോഗ്രാം, അതായത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് IPM എന്ന് പറയും. ഈ ഒരു പ്രോഗ്രാമിലോട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം വെച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിന്റെ പ്ലേസ്മെന്റ്സ് എന്തൊക്കെയാണ്, ഫീസ് എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, മറ്റേ എന്തെങ്കിലും പ്രോഗ്രാമിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതായിരിക്കും. ആദ്യം തന്നെ പ്ലേസ്മെന്റ്സ് നോക്കാം. കമ്പാരിറ്റീവ്ലി ഈ IIM ബോധ് ഗയ, IIM ജമ്മു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പുതിയൊരു IIM ആണ്. ഫോർ എക്സാമ്പിൾ 2015 2016 ഇത് എസ്റ്റാബ്ലിഷ് തന്നെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ബാക്കിയുള്ള പഴയ IIMസിന്റെ അത്ര ഒരു വാല്യൂ ഈ ഒരു IIMസിന് ഇല്ല. ബട്ട് എന്താ പറയുക, അറ്റ് ദ സെയിം ടൈം IIM ബോധ് ഗയ എന്നൊക്കെ പറഞ്ഞൊരു IIM ഉള്ള പുതിയ IIMസിൽ തന്നെ ടോപ്പർ IIM ആയിട്ട് എല്ലാവരും പറയുന്ന, അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, എമർജിംഗ് ആയിട്ട് മുന്നോട്ട് ഭാവിയിലോട്ടൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടാവാൻ പോകുന്ന IIM എന്ന് എല്ലാവരും പറയുന്ന ഒരു IIM ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് IIM ബോധ് ഗയയുടെ പ്ലേസ്മെന്റ്സ്, ഈ കാണുന്നതാണ് IIM ജമ്മുവിന്റെ പ്ലേസ്മെന്റ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 18 lakh ഒക്കെ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം എന്നുള്ളതാണ്. കാരണം ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. അത് പോരാത്തതിന് നമുക്ക് ഈ ഒരു 5 വർഷത്തെ പ്രോഗ്രാം ആകുമ്പോൾ നമുക്ക് ആ ഒരു കോളേജിലെ പ്ലേസ്മെന്റ് ഡൈനാമിക്സിനെ കുറിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അത് വെച്ച് നമുക്ക് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പത്തെ വീഡിയോകളിലും പറഞ്ഞതുപോലെ നമുക്ക് ഒരു 3+2 ഇയറിന്റെ ഒരു കോഴ്സാണ്. അത് നമുക്ക് 3 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ നിർത്തി പോകാം, അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാറ്റ് എഴുതിയിട്ട് നമുക്ക് കുറച്ച് പേര് പറയും IIM ബ്ലാക്കി എന്ന് പറയും, അല്ലെങ്കിൽ IIM ABC, IIM അഹമ്മദാബാദ്, IIM ബാംഗ്ലൂർ, IIM കൽക്കത്ത, കുറച്ചുകൂടി ബെറ്റർ IIMs, ടോപ്പ് IIMs ആണ്, പഴയ IIMs ആണ്. അവിടെ നിങ്ങൾക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. കാറ്റ് എഴുതാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് IIM ജമ്മുവിലോ IIM ബോധ് ഗയയിലോ തന്നെ MBA നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഫീസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇത്തിരി കൂടുതലാണ്, ഒരു 7 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വെറുത്തിട്ടാണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രം പോകാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഡിഗ്രി ചെയ്ത് അത്യാവശ്യം കാറ്റിനെ പഠിച്ചൊരു ബെറ്റർ ആയിട്ടുള്ള MBAയിലോട്ട് പോകാം. ഇനി പക്ഷേ അറ്റ് സെയിം ടൈം നിങ്ങൾക്ക് എന്താ പറയുക, എഡ്യൂക്കേഷൻ ലോണും കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോണൊക്കെ കിട്ടും. കാരണം IIMലാവുന്നത് കൊണ്ട് തന്നെ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രം പോവാം എന്ന് വിചാരിച്ചിട്ട് എക്സ്പീരിയൻസ് വൈസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഓസം. കാരണം നിങ്ങളിപ്പോൾ ഇത് പഠിക്കുന്ന കുട്ടികളുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും എക്സ്പോഷറൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഉറപ്പാണ്. ബട്ട് അഗെയിൻ ഫൈനാൻഷ്യലി കുറച്ച് സീനാണ്. ഇനി എക്സാം ഡീറ്റെയിൽസ് പറയാന്നുണ്ടെങ്കിൽ സാധാരണ ഫെബ്രുവരിയിൽ തന്നെ വിളി വരും. ഇപ്പോൾ ബാക്കിയുള്ള 2 IPMATകളുടെയും വിളി ഫെബ്രുവരിയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് നടക്കാൻ പോകുന്നത് മെയ് 6 മെയ് 10 ഇതിന്റെ ഫെബ്രുവരിയിൽ ഈ അടുത്ത് തന്നെ വരും. എക്സാം പക്ഷേ ഏപ്രിലായിട്ടുണ്ടാവും, കുറച്ച് നേരത്തെ എക്സാം ഉണ്ടാവും എന്നുള്ളതാണ്. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിക്കുകയെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ മറ്റേ IPMATലൊക്കെ കണ്ടതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും വെർബൽ എബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് IPMATനെക്കാട്ടിലും കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ഒഫീഷ്യൽ ലിങ്കും സംഭവങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും.